ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ ഇന്ന് രാത്രി നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുവാൻ പോകുന്നത് എബ്രായലേഖനം 11-ാം അധ്യായമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുവാനായിട്ടിടയെ തീർന്നത്. പ്രത്യേകിച്ച് ഈ എബ്രായലേഖനത്തിൽ ഞാൻ ഏറ്റവും അധികമായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് 11-ാം അധ്യായം. ആക്ച്വലി ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ആത്മീയമായിരിക്കുന്ന അനേകം മർമ്മങ്ങൾ, നിങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ ഈ സബ്ജക്റ്റിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം ശക്തമായിട്ട് ദൈവികമായിരിക്കുന്ന വെളിപ്പാടുകൾ തരേണ്ടതിന് നിങ്ങൾ വളരെയധികമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ബാക്കിയുള്ള സകല വിഷയത്തെക്കാൾ ഈ പർട്ടിക്കുലർ സബ്ജക്റ്റ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സ്പിരിച്വൽ ഗ്രോത്ത് കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് അതിനോട് ആഡ് ചെയ്യുവാനായിട്ട് നല്ലൊരു ഫയറാണ് ഈ സബ്ജക്റ്റ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ഒരിക്കൽ കൂടെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി വലിയവനായിരിക്കും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് നോട്ട് ചെയ്താട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 11 എബ്രായലേഖനം 11-ാം അധ്യായം. അതിൻ്റെ പശ്ചാത്തലം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ ആ അധ്യായത്തെക്കുറിച്ചൊന്ന് പറയട്ടെ. നമ്മൾ ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ ഏറ്റവും അധികമായിട്ട് പൂർണ്ണമായിട്ട് പ്രതിപാദിപ്പിക്കപ്പെടുന്ന വിഷയമാണ് ഫെയ്ത്ത്, വിശ്വാസം. അതുകൊണ്ട് സാധാരണയായിട്ട് ഈ 11-ാം അധ്യായത്തെ വിളിക്കുന്ന പേര് ദ ഫെയ്ത്ത് ചാപ്റ്റർ. നോട്ട് ചെയ്താൽ ദ ഫെയ്ത്ത് ചാപ്റ്റർ. അല്ല എങ്കിൽ വേറൊരു പേരൂടെ അതിന് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലെ വിശ്വാസ വീരന്മാരുടെ പേരുകളാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ദ ഹീറോസ് ഓഫ് ഫെയ്ത്ത്, ദ ഹീറോസ് ഓഫ് ഫെയ്ത്ത്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് 2 പേരുകളാണ് 11-ാം അധ്യായത്തിൽ നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് ദ ഫെയ്ത്ത് ചാപ്റ്റർ, വിശ്വാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. അതോടൊപ്പം തന്നെ രണ്ടാമത്തേത് ദ കാറ്റലോഗ് ഓഫ് ദ ഹീറോസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസ വീരന്മാരെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രധാനമായിട്ട് നമ്മൾ ഈ അധ്യായത്തെ 3 ഭാഗങ്ങളാടുത്തിരിക്കുന്നു. വി മേ ഡിവൈഡ് ഇൻറ്റു ത്രീ 3 ഭാഗങ്ങളായിട്ട് എബ്രായലേഖനം 11-ാം അധ്യായത്തെ നമ്മൾ തിരിക്കുന്നു. ദ ഫസ്റ്റ് പോർഷൻ, the description of the faith, the description of faith. വിശ്വാസത്തിൻ്റെ വിവരണം. ചാപ്റ്റർ 11 വേഴ്സ് 1-3, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ പോർഷൻ the great examples of faith, the great examples of faith. വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന വലിയ ഉന്നതമായിരിക്കുന്ന ഉദാഹരണങ്ങൾ. അതാണ് വേഴ്സ് 4-38, 4 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമത്തെ പോർഷൻ the special advantages of faith, the special advantages of faith in New Testament believers. പുതിയ നിയമ വിശ്വാസികൾക്ക് ഉള്ള വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന അഡ്വാൻറ്റേജസ്. പഴയ നിയമത്തെക്കാൾ ഉപരിയായിട്ട് അവർക്ക് ചില പ്രധാനപ്പെട്ട മേന്മകളുണ്ട്. ദി സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഓഫ് ഫെയ്ത്ത് ഇൻ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബിലീവേഴ്സ്, വേഴ്സ് 39 and 40, 39-40 വാക്യം. നിങ്ങൾക്കിതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് വിശ്വാസത്യാഗത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ സ്ഥിരത. അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഒന്നാമത് നമ്മൾ കണ്ടത് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ നാളുകൾ നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ, കഴിഞ്ഞ നാളുകൾ നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ. അതാണ് എബ്രായ വിശ്വാസികളോട് പറയുന്നത്. അതിൻ്റെ 10-ാം അധ്യായം
അതിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, നിങ്ങൾ എന്തെല്ലാം അനുഭവിച്ചു, കഴിഞ്ഞ നാളുകൾ വിശ്വാസം വഴി ഇറങ്ങി തിരിച്ചു, നിങ്ങൾക്ക് എന്തെല്ലാം സഹിക്കേണ്ടതായിട്ട് വന്നു, എന്തെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഇതെല്ലാം ഈ ദൈവത്തിൻ്റെ ദാസൻ അഥവാ എബ്രായ ലേഖന കർത്താവ് എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ഇത്രയും അനുഭവിച്ചുവെങ്കിൽ, ഇത്രയും നിങ്ങൾ പ്രയാസപ്പെട്ടുവെങ്കിൽ, ഇത്രയും നിങ്ങൾ വേണ്ടെന്ന് വെച്ചുവെങ്കിൽ, ഇന്ന് നിങ്ങൾ അതൊരിക്കലും വേണ്ടെന്ന് വെക്കരുത്. എന്താ അതിൻ്റെ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്? നമ്മൾ കണ്ടത്, അവർക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം, ദ മെഷേഴ്സ് ഓഫ് ദ റിവാർഡ്സ്, അതാണ് അവരെ ബലപ്പെടുത്തേണ്ടത്. വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. അവിടെ ഒരു പ്രതിഫലം ദൈവത്തിൻ്റെ മക്കൾക്കുണ്ട്. അതുകൊണ്ട് ഈ കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ കഷ്ടം അനുഭവിച്ച് കർത്താവിന് വേണ്ടി നിന്നുവെങ്കിൽ, ഇനിയുള്ള കാലങ്ങൾ വളരെ കർത്താവ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇനിയുള്ള കാലങ്ങളും കഷ്ടം അനുഭവിക്കുവാനായിട്ട് നമ്മൾ ഒരുക്കമുണ്ടാകണം. അല്ല എങ്കിൽ കഴിഞ്ഞ നാളുകളിൽ വിശ്വാസത്തിൽ നിന്നു, ഇന്ന് വിശ്വാസത്തിലല്ല ഇരിക്കുന്നുവെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ നമ്മൾ നഷ്ടമാക്കിയാണ്. കഴിഞ്ഞ നാളുകൾ നമ്മൾ ചെയ്ത എഫേർട്ട് മുഴുവൻ നമുക്ക് നഷ്ടമാക്കിയാണ്. ദൈവമക്കളെ ശ്രദ്ധിക്കണം. ദൈവമക്കൾക്ക് ഒരു സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, ഒരു സ്ഥിരത വളരെ ആവശ്യമാണ്. അവർ വിശ്വാസത്തിന് വേണ്ടി വിശ്വാസത്തിൽ മുൻപോട്ട് ജീവിക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അത് ദൈവത്തിന് സന്തോഷം കൊടുക്കുന്നില്ല. ദ ഫിയർ ഓഫ് ഗാഡ്സ് ഡിസ്പ്ലഷർ. ദൈവത്തിന് സന്തോഷം കൊടുക്കുന്ന വിശ്വാസം നിലനില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന് സന്തോഷം കൊടുക്കുന്നില്ലേ. അതുകൊണ്ട് എന്തായിരിക്കണം, നമ്മൾ ഭയപ്പെടേണ്ടതാണ്. ദൈവത്തിന് നമ്മൾ സന്തോഷം കൊടുക്കണം. നമ്മൾ ആ പ്രത്യേകമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ ചിന്തിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച വിഷയമാണ്, ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിന് അവൻ സന്തോഷമായിരിക്കുന്നത്, നാം ദൈവത്തിന് സന്തോഷമായിരിക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ? ദൈവം നമ്മളെ നോക്കുമ്പോൾ ദൈവത്തിന് ഒരു സന്തോഷമുണ്ടാകണം. എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലല്ല ദൈവം സന്തോഷിക്കേണ്ടത്. പ്രവൃത്തിയിൽ സന്തോഷിക്കുന്നത് രണ്ടാമതാണോ? ദൈവം ആദ്യം സന്തോഷിക്കേണ്ടത് എന്നിലാണ്. എന്നിൽ ഒരു സന്തോഷമില്ല എങ്കിൽ എൻ്റെ പ്രവർത്തനത്തിൽ സന്തോഷമുണ്ടാകത്തില്ല. ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വേർഡ്. നമ്മുടെ ലൈഫാണോ ദൈവത്തിന് പ്രസാദമായി തീരേണ്ടത്? നമ്മുടെ ലൈഫ് ദൈവത്തിന് പ്രസാദകരമായി തീരാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്തുവോ അത് വെറും കപടഭക്തിയുടെ പ്രകടനങ്ങൾ മാത്രമായിരിക്കും. അതിനകത്തൊരു ആന്തരികമായിരിക്കുന്ന ഒരു ലൈഫ് കാണത്തില്ല. എന്നെ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് സന്തോഷം കൊടുക്കുവാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നുമില്ല. ദൈവം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക ദൈവമക്കൾ, ഈ വേർഡ്. ഞാൻ ആയിരിക്കുന്ന അളവിൽ, ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ദൈവം എന്നെ ഒന്ന് നോക്കിയാൽ ദൈവത്തിന് സന്തോഷമുണ്ടാകണം. നമ്മുടെ മക്കളെക്കുറിച്ച്, മക്കൾ അമ്മയപ്പന്മാരുടെ ഹിതത്തിനനുസൃതമായിട്ട് ജീവിക്കുമ്പോൾ ആ മക്കളുടെ ആസിറ്റീസ്, അവരുടെ പേര് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നത് പോലെയാണ് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നത്. ശ്രദ്ധിക്കുക ഈ വേർഡ്. സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിന് ഒരു സന്തോഷമുണ്ടാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വലിയ കഷ്ടമാണ്. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവൻ്റെ പ്രസാദമില്ല. അത് എന്തായിത്തീർന്നു? അതിൻ്റെ അനന്തരഫലം പറയുന്നു, നാമോ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകേണ്ടവരാണോ, എന്നാൽ നശിക്കുന്നവരുടെ കൂട്ടത്തിലാകരുതോ. രണ്ട് കാറ്റഗറി, രണ്ട് കൂട്ടം ആൾക്കാരായിട്ട് ദൈവമക്കളെ വേർതിരിച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാരെ നാശത്തിലേക്ക് പോകുന്നവർ, രണ്ടാമത്തെ കൂട്ടം ജീവനിലേക്ക് കടന്നു പോകുന്നവർ. ശ്രദ്ധിക്കണം ഈ വേർഡ്. ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്. ഒരു കൂട്ടം ആൾക്കാർ ജീവനിലേക്ക് കടന്നു പോകുമ്പോൾ മറ്റൊരു കൂട്ടം നാശത്തിലേക്ക് കടന്നു പോകുന്നു. നാശത്തിലേക്ക് കടന്നു പോകുന്നുവെങ്കിൽ അതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കും. ഇപ്രകാരം ഒരവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ട് വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കണം, വിശ്വാസത്തിന് വേണ്ടി പോരാടണം, വിശ്വാസത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദാസൻ ഇനിയിപ്പോൾ വെളിപ്പെടുത്തുവാൻ പോകുന്നത്, കഴിഞ്ഞ നാളുകൾ വളരെയധികമായി പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും വിശ്വാസത്തിന് വേണ്ടി നിന്നതായിരിക്കുന്ന വീരന്മാരെയാണോ ചൂണ്ടിക്കാണിക്കുവാൻ പോകുന്നത്. നമുക്ക് ഒന്ന് എൻകറേജ് ചെയ്യത്തക്കവണ്ണം, നമ്മളെ ഒന്ന്
ഉത്സാഹപ്പെടുത്തത്തക്കവണ്ണം. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ 10-ാം അധ്യായം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേർഡ്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് 12-ാം അധ്യായമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചാപ്റ്റർ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അത് നമ്മെ ബലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ചാപ്റ്ററാണ്. എന്താണ് ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകത? 12-ാം അധ്യായം ഇപ്രകാരം പറയുന്നു: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ്റെ 11-ാം അധ്യായം വെളിപ്പെടുത്തിയതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമുക്ക് ചുറ്റുപാട് നിൽക്കുന്ന ഒരു വലിയ സാക്ഷികളുടെ കൂട്ടം, ഒരു വലിയ സമൂഹം എനിക്കും നിങ്ങൾക്കും ചുറ്റുപാട് നിൽക്കുന്നു. ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല ഓട്ടക്കളത്തിൽ ഓടുന്നത്. എനിക്ക് ചുറ്റുപാടുമായിട്ട് അനേകർ നിൽപ്പുണ്ട്. അനേകർ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചു, വിശ്വാസത്തിന് വേണ്ടി അവർ പോരാടി, വിശ്വാസത്തിൽ അവർ മരിക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ അവർ അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് കൈയടിക്കുന്നുണ്ട്. കുഞ്ഞെ, നീ മുൻപോട്ട് കടന്നു പോ, നിന്റെ വിശ്വാസത്തിന് വേണ്ടി നീ മുൻപോട്ട് അധ്വാനിക്ക്, നീ പോരാട്, നിനക്ക് വിജയമുണ്ട് എന്ന് ഒരു കൂട്ടം വിശ്വാസികൾ എൻ്റെ ചുറ്റുപാട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഈ വിശ്വാസികളെ ഒന്ന് കാണേണ്ടത് എനിക്കും നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, എനിക്കും നിങ്ങൾക്കും ഓട്ടം ഓടുമ്പോൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്നതായിരിക്കും കഷ്ടത, ഞാനും നിങ്ങളും അനുഭവിക്കുന്നതായിരിക്കും പ്രയാസങ്ങൾ, അതിനേക്കാൾ അനുഭവിച്ചതായിരിക്കുന്ന വിശ്വാസ വീരന്മാർ അവർ നിലനിൽക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെ കണ്ണുകൾ പോകേണ്ടതോ ആ വിശ്വാസ വീരന്മാരെ ഒന്ന് കാണണം. എന്നാൽ മനസ്സിലാക്കണം, വിശ്വാസ വീരന്മാരിലല്ല നമ്മൾ കണ്ണു നടേണ്ടത്. ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മൃഗപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. എന്നാൽ നോക്കേണ്ടത് വിശ്വാസ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ നോക്കുവാനായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് യേശുവിനെയാണ്. കാരണം ഈ വിശ്വാസ വീരന്മാരുടെ പലരുടെയും ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും ഉയർച്ചകളും കാണുവാൻ സാധിക്കും. എന്നാൽ ഒരല്പം പോലും താഴ്ചയില്ലാതെ ഉയർച്ചയിലേക്ക് മാത്രം കടന്നുപോയതായിരിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അത് മറ്റാരുമല്ല, ഞാൻ നിങ്ങളും സേവിക്കുന്നതായിരിക്കുന്ന എൻ്റെ യേശുവെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആ യേശുവല്ലാതെ മറ്റാരുമില്ല. ഇവിടെ ആ പ്രത്യയമായിരിക്കുന്ന അതിൻ്റെ മിഡ്സ്റ്റിക് കൊണ്ടുവന്ന് ഒരു കൂട്ടം വിശ്വാസ വീരന്മാരെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതിൻ്റെ പാഠത്തിൻ്റെ ഫസ്റ്റ് പോർഷനിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഒന്നാമത് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫെയ്ത്ത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ നമ്മൾ തുടങ്ങുവാൻ പോകുന്നത്, ഇവിടെ ദൈവത്തിൻ്റെ ദാസനെ പ്രകാരം പറയുന്നു. അവിടെ പറയപ്പെടുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൽ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പോൾ എന്താ ഇവിടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കാമെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാമെങ്കിൽ ഇവിടെ പറയപ്പെടുന്ന വിഷയം വാട്ട് ഈസ് ഫെയ്ത്ത്, അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത് അല്ല, പകരം ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫെയ്ത്ത് ആണോ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വേർഡ് നമ്മൾ ഇവിടെ കാണുന്നതായിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഒരു ഡെഫിനേഷൻ, വിശ്വാസത്തിൻ്റെ ഒരു നിർവചനമല്ല നമ്മളിവിടെ കാണുന്നത്. പിന്നെയോ വിശ്വാസത്തിൻ്റെ ഒരു വർണ്ണനയാണോ നമ്മളിവിടെ കാണുന്നത്, ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫെയ്ത്ത് ആണ് നമ്മളിവിടെ കാണുന്നത്. വിശ്വാസത്തിൻ്റെ നിർവചനം എന്ന് പറയുമ്പോൾ എന്താണ് വിശ്വാസം? വിശ്വാസത്തെക്കുറിച്ച് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഈ 2, 3, 4 ക്ലാസ്സുകൾ വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുവാൻ ഞാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. വാസ്തവത്തിൽ ഇത് ഞാൻ ചിന്തിച്ച വിഷയമേ അല്ല എങ്കിലും ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു വിഷയം എൻ്റെ ഉള്ളിൽ വളരെ പ്രേരണ തന്നതുകൊണ്ട് ആ വിഷയം കൂടെ ഞാൻ തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ മുൻപോട്ട് കടന്നു പോകാൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു നിർവചനമല്ല, പകരം വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന ഒരു പ്രവൃത്തി. എന്താണ് അവിടെ പ്രവൃത്തി? വിശ്വാസം എന്നതോ അവിടെ പറയപ്പെടുന്നു ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. അപ്പോൾ ആശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ വേർഡിലേക്കൊക്കെ വേർഡ് ബൈ വേർഡായിട്ട് ഞാൻ കടന്നു വരുന്നുണ്ട്. ആശിക്കുന്നതിൻ്റെ ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രവർത്തനമാണ് വെളിപ്പെടുത്തുന്നത്. വിശ്വാസം ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത്
എന്താണ്, എങ്ങനെയാണത് വെളിപ്പെടുന്നത് എന്നുള്ളതാണ് ആ ഭാഗം പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശ്വാസം എന്നതോ, ശ്രദ്ധിക്കണം നിങ്ങൾ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഒരു ഉറപ്പ്. അപ്പോൾ എന്താണോ ആശിക്കുന്നത് അതിനനുസരണമായിട്ടൊരു പ്രവൃത്തിയാണ് ഇവിടെ വെളിപ്പെടുന്നത്. അതിനകത്ത് വിശ്വാസം അടക്കപ്പെടും എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആശിക്കുന്നതിൻ്റെ ഉറപ്പിലേക്ക് ഒന്ന് മൂവ് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഇറ്റ്സ് എ വർക്ക്, അതൊരു പ്രവൃത്തിയാണ്. ആശിക്കുന്നതിൻ്റെ ഒരു ഉറപ്പ്, അതിനുവേണ്ടിയുള്ള ഒരു ഓട്ടം, അതിനുവേണ്ടിയുള്ള ഒരു അധ്വാനം, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം, ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രണ്ടാമത് പറയുന്നു, അവിടെ ആശിക്കുന്ന ഒരു ഉറപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതും എന്താ വെളിപ്പെടുത്തുന്നത്? ഇറ്റ്സ് എ വർക്ക്, അതൊരു പ്രവൃത്തിയാണ് വെളിപ്പെടുത്തുന്നത്. വായിച്ചോട്ട്, എന്താണ് വാസ്തവത്തിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്? ഒരൊറ്റ വേർഡിൽ നമ്മൾ ചിന്തിക്കാമെങ്കിൽ ഒരു വാക്യം നിങ്ങൾക്ക് തരുവാൻ സാധി. റോമലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അബ്രഹാമിനെ കുറിച്ച് നമ്മളിവിടെ കാണുന്ന ഒരു ഭാഗം. അബ്രഹാം, നിങ്ങൾക്കറിയാം ഈ സമയം ഏത് കാലത്തെക്കുറിച്ച് പറയുന്നു? അവിടെ പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്തവനായ, അല്ലെങ്കിൽ ചെയ്യുന്നവനാകുന്ന ഒരു ദൈവം. ഏത് അവസ്ഥയിലാണ് അബ്രഹാം ഇങ്ങനെയുള്ളൊരു ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഇടയായിത്തീർന്നത്? എവിടെ വെച്ചാണ് അബ്രഹാം ഇത് കണ്ടത്? നിങ്ങൾക്കറിയാം, അബ്രഹാമിൻ്റെ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്, അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണുന്നത്, അബ്രഹാം വിശ്വാസികളുടെ, ശ്രദ്ധിച്ച് നിങ്ങളായിരുന്നു കേട്ടോ, അബ്രഹാം വിശ്വാസികളുടെ പിതാവാകുന്നുവെങ്കിൽ തന്നെയും വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ ഒത്തിരി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന വിശ്വാസം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഒരു വിശ്വാസമായിരുന്നു. വളരെയധികമായിട്ട് ഒരല്പം പോലും ഡൗട്ടില്ലാതെ, ഒരല്പം പോലും സംശയമില്ലാതെ ദൈവത്തിൽ ഈ അബ്രഹാം വിശ്വസിച്ചു. ഏത് കാര്യത്തിലാണ് വിശ്വസിച്ചത്? അബ്രഹാമിൻ്റെ ആ വേർഡ് പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം. അപ്പോൾ അബ്രഹാം മനസ്സിലാക്കി, ഈ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. 2, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ. ദൈവത്തിൻ്റെ രണ്ടാമത്തെ പദ്ധതി നമ്മൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. ഇല്ലാത്തത് ഉള്ള പോലെ വിളിച്ചു വരുത്തും. സംഭവമൊന്നുമില്ല, വെളിച്ചമൊന്നുമില്ല. ഇരുട്ടിൻ്റെ നടുവിൽ കിടന്നിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം പറയുക, വെളിച്ചമുണ്ടാകട്ടെ. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു? വെളിച്ചത്തെ ദൈവം വിളിച്ചു വരുത്തുക ചെയ്തത്. എവിടെ? ഇരുട്ടിലാണ് വെളിച്ചം പ്രകാശിച്ചത്, ഇരുട്ടിലേക്കാണ് വെളിച്ചം കടന്നു വന്നത്. അപ്പോൾ വെളിച്ചം അവിടെ ഇല്ല എങ്കിലും ദൈവം എന്ത് കൽപ്പിച്ചു? ഉള്ളതുപോലെ ദൈവം വിളിച്ചു വരുത്തി. അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തെ ദൈവം വാക്കുകൊണ്ട് വിളിച്ചു വരുത്തുവാനായിട്ട് കാരണം, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉളവാകുവാൻ കാരണമായിത്തീർന്നു. ഇത് എവിടെയാ സംഭവിച്ചത്? ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചല്ല ഇവിടെ അബ്രഹാം മനസ്സിലാക്കുന്നത്. പിന്നെയോ അതിനപ്പുറമായിട്ട് തൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ മോരിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചപ്പോൾ അബ്രഹാം തൻ്റെ മകനുമായിട്ട് മോരിയ മലയിലേക്ക് കടന്നു പോകുകയാണ്. അവിടെ കടന്നു പോകുന്ന സമയത്ത് മകൻ ചോദിക്കുന്നുണ്ട്, അപ്പ വിറകുണ്ട്, തീയുണ്ട്, എന്നാൽ എവിടെയാണ് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി? അബ്രഹാമിന് ഒരു കാര്യമേ അറിയത്തുള്ളൂ. ദൈവം തന്നോട് ഒരു കാര്യം കൽപ്പിച്ചു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനാകുന്ന ഇസ്ഹാക്കിനെ കൊണ്ട് മോരിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കുവാൻ കൽപ്പിച്ചപ്പോൾ യാഗം കഴിക്കേണ്ടത് ഇസ്ഹാക്കിനെ തന്നെയെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ അബ്രഹാമാണ് ഈ തൻ്റെ മകനെ കൊണ്ട് മോരിയ മലയിലേക്ക് കടന്നുപോയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തി കത്തിയെടുത്ത് കത്തി ഓങ്ങുന്നത് വരെ അബ്രഹാം ചിന്തിച്ചില്ല ഈ മകനെ യാഗം കഴിക്കേണ്ട അവസ്ഥ വരത്തില്ലെന്ന്. അബ്രഹാം മകനെ കൊണ്ടുപോയത് യാഗം കൊടുക്കുവാൻ തന്നെയാണ്. ദൈവത്തിന് വേണ്ടി യാഗം, ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ, ദൈവത്തിന്റെ വാക്കിന് മുൻപിൽ ഒരു യാഗം കൊടുക്കുവാനായിട്ട് ഈ മകനെ കൊണ്ട്, ഇസ്ഹാക്കിനെ കൊണ്ട് അബ്രഹാം കടന്നുപോയെങ്കിൽ അബ്രഹാം വെട്ടുകത്തിൽ കത്തിയെടുത്ത് ബാലന്റെ മേൽ വെട്ടുവാനായിട്ട് ഓങ്ങുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ഇപ്രകാരം കൽപ്പിച്ചു, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്, കത്തി വെക്കരുത്. എന്താ ഇവിടെ സംഭവിച്ചത്? നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു സംഭവം നടന്നാലും അബ്രഹാം തൻ്റെ ദാസന്മാരോട് ഇപ്രകാരം പറഞ്ഞു, അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽപ്പീൻ, ഞാൻ എൻ്റെ മകനുമായിട്ട് കടന്നുപോയി, ഞങ്ങൾ പോയി യാഗം കഴിച്ച് ഞങ്ങൾ തിരികെ മടങ്ങി വരാം. അബ്രഹാം പറഞ്ഞില്ല ഈ മകനെ കൊണ്ട് ഞാൻ യാഗം കഴിക്കുവാൻ പോകുകയാണ്, മകൻ്റെ ജീവിതം അതോടുകൂടി അവസാനിച്ചുവെന്ന് അബ്രഹാം ചിന്തിച്ചില്ല. പകരം അബ്രഹാം മനസ്സിലാക്കിയത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ യാഗം കഴിക്കുവാൻ പോകുകയാണ്, ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഒറ്റയ്ക്കല്ല മടങ്ങി വരുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ മടങ്ങി വരത്തുള്ളൂ.
എവിടുന്ന് അബ്രഹാമേ നീ ഇത് മനസ്സിലാക്കിയത്? നിന്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ നിനക്ക് ജീവനോടെ തിരികെ കിട്ടുമെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അബ്രഹാമിനെ വിളിച്ച് ചോദിച്ചാൽ അബ്രഹാമിന് ഒരു കാര്യം പറയാം. സ്വർഗ്ഗത്തിലെ ദൈവം സാറയിൽ കൂടെ അബ്രഹാമിൽ കൂടെ ഒരു വാഗ്ദത്തം കൊടുത്തു. നിന്റെ ഭാര്യയാകുന്ന സാറയിൽ നിന്ന് ജനിക്കുന്നവനാണോ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം കൽപ്പിച്ചുവെങ്കിൽ ഈ സാറയിൽ നിന്ന് ജനിച്ചതായി ഇസ്ഹാക്കാണ് ആദ്യ ജാതനെങ്കിൽ ഈ ആദ്യ ജാതൻ ദൈവത്തിന് ഹോമയാഗമായി കൊടുത്താലും അബ്രഹാമിന് ഒരു കാര്യം അറിയാം, എന്റെ മകനെ ചാരത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഈ സ്വർഗ്ഗത്തിലെ ദൈവം ശക്തനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞത് അക്ഷരീയമായി സംഭവിക്കും. എന്തെല്ലാം ആയിത്തീർന്നാലും, എല്ലാവിധമായിരിക്കുന്ന ആശകൾ നിരാശയായി മാറ്റപ്പെട്ടാലും, എല്ലാം കഴിഞ്ഞുവെന്ന് ചിന്തിച്ചാലും, നിങ്ങൾ മുൻപിൽ കാണുന്നത് ചില ചാരങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ആ ചാരത്തിൽ നിന്ന് ഇസ്ഹാക്കിനെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. അവൻ വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെയാണ് അബ്രഹാം വിശ്വസിച്ചത്. ഇതുകൊണ്ടാണ് അബ്രഹാം തൻ്റെ ദാസന്മാരോട് പറഞ്ഞത്, ഞാനും എൻ്റെ ബാലനും പോയിട്ട് മടങ്ങി വരാം. ഇവിടെ ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്താ വിശ്വാസം എന്ന് പറയുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവ്. അപ്പോൾ അബ്രഹാം ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ മകൻ മരിച്ചു പോയാൽ ആ മരിച്ച അവസ്ഥയിൽ നിന്ന് എൻ്റെ മകനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ശക്തൻ. എൻ്റെ മകൻ ചാരമായി തീർന്നാൽ ആ ചാരത്തിൽ നിന്ന് ഇസ്ഹാക്കിനെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ശക്തൻ. അല്ല, എൻ്റെ മകൻ ഇല്ലെങ്കിൽ തന്നെയും ആ ചാരത്തിൽ നിന്ന് ഒന്നുമില്ലെങ്കിലും എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം ശക്തനാണ്. ഇസ്ഹാക്കിനെ വിളിച്ചു വരുത്തുവാൻ വെളിച്ചത്തെ ഇരുട്ടിന്റെ നടുവിൽ നിന്നുകൊണ്ട് വെളിച്ചത്തെ വിളിച്ചു വരുത്തിയതുപോലെ എൻ്റെ മകനെ വിളിച്ചു വരുത്തുവാൻ ഈ ദൈവം ശക്തൻ. എന്താ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം? അബ്രഹാം വിശ്വസിച്ചു. എന്തുവാ വിശ്വാസം എന്ന് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് അടക്കപ്പെട്ടു. ഒന്ന്, ട്രസ്റ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. എന്താ വിശ്വാസത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾക്കറിയാം, അബ്രഹാമിൻ്റെ വിശ്വാസം പ്രവർത്തിക്കുവാൻ കാരണമായി തീർന്നത് അനുസരണത്തോടുകൂടെ ആക്റ്റീവ് ഒബീഡിയൻസ് ടു ഗാഡ്. ഇതാണ് രണ്ട് കാര്യങ്ങൾ അബ്രഹാമിൽ പ്രവർത്തിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. വിശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുക. പക്ഷേ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് അത് കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് മാത്രമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയും ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, ഈ റോമക്ക ലേഖനവും യാക്കോബിൻ്റെ ലേഖനവും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. റോമക്ക ലേഖനത്തിൽ ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ അത്രേ നീതീകരണം. റൈച്ചസ്നെസ് ലഭിക്കണമെങ്കിൽ വിശ്വാസം മാത്രം മതി. അതാണ് പൗലോസ് അവിടെ എംഫസിസ് ചെയ്തിരിക്കുന്നത്. റോമക്ക ലേഖനത്തിൻ്റെ പ്രാധാന്യത അതാണ്, വിശ്വാസത്താൽ നീതീകരിക്കാൻ പ്രാപിച്ച ശേഷമോ. എന്നാൽ യാക്കോബ് വെളിപ്പെടുത്തുന്ന അതല്ല, വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയും കൂടെ ആവശ്യമാണ്. നീതീകരിക്കപ്പെടണമെങ്കിൽ ഒരു പ്രവൃത്തിയുടെ ആവശ്യമാണ്. അബ്രഹാമിനെ ദൈവം നീതിമാനായിട്ട് കണ്ടു. അബ്രഹാം നീതീകരിക്കപ്പെട്ടവനായി തീർന്നു. എപ്പോൾ അബ്രഹാം നീതീകരിക്കപ്പെട്ടവനായി? ദൈവം അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, ഞാനും നിന്റെ ജനവുമായിട്ട് നീയുമായിട്ട് ഉടമ്പടി ചെയ്യുവാൻ പോകുകയാണ്. എന്ത് ചെയ്യണം? നീയും നിന്റെ സന്തതിയും നിന്റെ വീട്ടിൽ ജനിച്ചവരും വാങ്ങിയവരും ഒക്കെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. എന്ത് സംഭവിച്ചു? ഈ ഈ പരിച്ഛേദന ചെയ്തതാണ് ദൈവം അബ്രഹാമിനെ നീതീകരിക്കപ്പെട്ടവനായി കണ്ടത്. ശ്രദ്ധിക്കുക വേർഡ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസം മാത്രം കൊണ്ടല്ല, ആ വിശ്വാസത്തിന് ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. അപ്പോൾ യാക്കോബ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസം മാത്രം പോരാ, ഒരു പ്രവൃത്തിയും കൂടെ വേണം നീതീകരിക്കപ്പെടുവാൻ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയമാണ് ഈ എബ്രായലേഖനം 11-ാം അധ്യായത്തിലോ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസം വേണം, ദൈവത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ പരിപൂർണമായി ചാരണം. എന്നാൽ ആ വിശ്വാസം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകണമെങ്കിൽ അതിനകത്തൊരു ഒബീഡിയൻസൂടെ ആവശ്യമാണ്. അനുസരണം ഇല്ലാതെ വിശ്വാസം പൂർത്തീകരണത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാതെ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ കിട്ടാഞ്ഞത് കൊണ്ടല്ല, വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടുമല്ല, വാഗ്ദത്തങ്ങൾക്ക് അനുസരണമായി പ്രവൃത്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അന്നത്തെ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു.
എന്താ വേണ്ടുന്നത്? എന്തുവാ? വാഗ്ദത്തം ലഭിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അതിനനുസരണമായിട്ട് പ്രവൃത്തിയും കൂടെ ആവശ്യമാണ്. ഒബീഡിയൻസ് ടു ഹിസ് വേർഡ്, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കേണ്ടത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ മാത്രമേ വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം, ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇറ്റ്സ് എ നേച്ചർ ഓഫ് ഗാഡ്. നോട്ട് ചെയ്താൽ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവം. ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തതുപോലെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം അവനവന് വിശ്വാസ അളവ് പങ്കിട്ട് കൊടുത്തു. എന്ത് വിശ്വാസമാ ദൈവം പങ്കിടുവാൻ കാരണമായി തീർന്നത്? ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട് അതിന് ആധാരമായിട്ട് മക്കോസ് 11-ാം അധ്യായം 22-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 22. മക്കോസ് 11:22. യേശു അവരോട് പറഞ്ഞത്, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വേർഡാണ് നമ്മൾ വായിച്ചത്. പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവത്തിൽ വിശ്വസിക്കുന്നവർ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ് എന്നല്ല, ഹാവ് ഫെയ്ത്ത് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ദൈവത്തിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ നേച്ചറാണോ വിശ്വാസം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹിസ് ഓൺ നേച്ചർ. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശഭൂമിയും സൃഷ്ടിച്ചു. ആ വാക്കിൽ തന്നെ വിശ്വാസം അടക്കപ്പെട്ടിട്ടുണ്ട്. 2, ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മേലുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവസിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് നമ്മൾ കാണുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ഇരുട്ടിൽ കിടക്കുന്നതായിരിക്കുന്ന ഒരു ദേശത്ത് നിന്നുകൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം കൽപ്പിക്കുകയാണ്, വേർഡ് പ്രൊക്ലെയിം ചെയ്യുകയാണ്. എന്താ വേർഡ്? വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ ആ വെളിച്ചം ഉണ്ടാകുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, ഇരുട്ടിൻ്റെ നടുവിലേക്ക് വെളിച്ചം കടന്നു വരുവാൻ കാരണമായി തീർന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വിശ്വാസം പ്രവർത്തിച്ചു. ദൈവം വിശ്വാസത്തെ പ്രവർത്തിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ശ്രദ്ധിക്കാൻ പറയുന്ന വേർഡ്, ദൈവം വിശ്വാസത്തെ പ്രവർത്തിക്കുവാനായിട്ട് കാരണമായി തീർന്നു. തന്നിൽ ഉള്ള വിശ്വാസം തന്നിൽ തന്നെ നിർത്തിക്കൊണ്ട് ഒരു വാക്ക് മുറിയാടാതെ സ്വർഗ്ഗത്തിലെ ദൈവമായിരുന്നു എങ്കിൽ ഇന്നും ഭൂമി പാഴും ശൂന്യമായി കിടന്നേനെ. എന്നാൽ അന്ന് ദൈവം കൽപ്പിച്ച ഒരു കാര്യമുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം ദൈവം പ്രോക്ലെയിം ചെയ്തപ്പോൾ, ആ വിശ്വാസം ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ ഭൂമിക്ക് പരിപൂർണമായ മാറ്റങ്ങൾ കടന്നു വരുവാൻ കാരണമായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഞാൻ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ, എന്നിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാകത്തില്ല. ചില മാറ്റങ്ങൾ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില മാറ്റങ്ങൾ ചുറ്റുപാടുകളിൽ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, proclaim the word of God. ദൈവം തന്ന വാഗ്ദത്തം നിങ്ങൾ പറയുന്നുവെങ്കിൽ അവിടെയാണ് ക്രിയേറ്റീവ് ആയിരിക്കുന്ന സ്പിരിറ്റ് അവിടെ പ്രവർത്തിക്കുവാൻ കാരണമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്ക് ദൈവം തന്നെ പ്രവർത്തിച്ചത്, തുടക്കത്തിൽ തന്നെ ദൈവം പ്രവർത്തിച്ചത് വിശ്വാസത്തിലായിരിക്കും പ്രവൃത്തി ദൈവം തന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ കാരണമായി തീർന്നു. അതാണ് ഈ ലോകത്തിന് മാറ്റം വരുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, അത് ആ വിശ്വാസം ദൈവത്തിൽ അടക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൽ കർത്താവായ യേശു ഇപ്രകാരം പറയുന്നു, ഹാവ് ഫെയ്ത്ത് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഭാവിക്കുന്നത് മീതെ ഭാവിച്ചുയരാതെ ദൈവം ഓരോരുത്തനോ അവനവനോ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തതുപോലെ. ആരാ പങ്കിട്ട് കൊടുത്തതോ? സ്വർഗ്ഗത്തിലെ ദൈവം. നമുക്കെല്ലാവരുടെയും ജീവിതത്തിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്, ഡിഫറെൻറ്റ് അളവ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്. പല അളവിൽ വിശ്വാസം കാണുവാൻ സാധിക്കും. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഈ വിശ്വാസത്തിൻ്റെ അളവ് തന്നിരിക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവമാണോ? ദൈവമാണോ എന്നിലേക്ക് പകർന്നു വന്നിരിക്കുന്നത്? ദൈവമാണ്
എന്നിൽ തന്നിരിക്കുന്നത്. വിശ്വാസത്തിന്റെ അളവ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഒരു 1% ഒരു വിശ്വാസത്തിന്റെ അളവാണ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്നിൽ ഉള്ളത് ഒരു മാനുഷിക വിശ്വാസമല്ല, എന്നിലുള്ളത് ദൈവത്തിന്റെ വിശ്വാസം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ നിധിയാണ് ദൈവത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, ഇതൊരു മനുഷ്യന്റെ വിശ്വാസമല്ല, ഇതൊരു മനുഷ്യൻ ലഭിക്കുന്നതുകൊണ്ട് വിശ്വാസമല്ല. നമുക്കറിയാം, ഈ ലോകത്തിൽ ഏത് മനുഷ്യൻ ജീവിക്കണമെങ്കിലും വിശ്വാസം ആവശ്യമാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വിശ്വാസം കൊണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കസേര നിങ്ങളെ താങ്ങുമെന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളും ചിന്തിക്കുക, ഈ കസേരയ്ക്ക് എന്നെ താങ്ങുവാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവിടെ ഇരിക്കത്തില്ല. കാരണം ഒരു വിശ്വാസമുണ്ട്, എന്നിലും നിങ്ങളൊരു വിശ്വാസമുണ്ട്. ഈ ലോകത്തിൽ ഏത് മനുഷ്യനും ജീവിക്കണമെങ്കിൽ അവന് വിശ്വാസമുണ്ടായിരിക്കണം. അത് ലോകത്തിൻ്റെ അളവ് പ്രകാരമുള്ള വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വാസമില്ലാതെ ഒരു മനുഷ്യനും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. വിശ്വാസമില്ലെങ്കിലാണ് സംശയരോഗം കടന്നു വരുന്നത്. അതാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. പിന്നീടാണ് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. ഇവിടെ എന്താ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്? ദൈവം അവനവന് വിശ്വാസ അളവ് പങ്കിട്ട് കൊടുത്തു. അപ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിന് ഒരംശം തന്നിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരളവ് പങ്കിട്ട് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്ന വേർഡ്, നിങ്ങളുടെയും എൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നത് കൊണ്ട് ഏതാണ്ട് കൊടുത്തു എന്നുള്ളതല്ല, അവർക്ക് മാത്രമുള്ളത് നല്ല ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. ദൈവം അവനവന് വിശ്വാസന അളവ് പങ്കിട്ട് കൊടുത്തതുപോലെ എന്ന് പറഞ്ഞാൽ ദൈവം വിശ്വാസന അളവ് പങ്കിട്ട് കൊടുക്കാത്ത ഒരൊറ്റ വ്യക്തി ജീവിതവും ഇതിൻ്റെ നടുവിലിരിപ്പില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളെല്ലാവരും ജീവിക്കുന്നതും നമ്മളെല്ലാവരും ഇരിക്കുന്നതും നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നതും ദൈവത്തിൻ്റെ വിശ്വാസം കൈവച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വിശ്വാസം കയ്യിലുണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ ഇന്ന് അത് എന്തുകൊണ്ടായി കഷ്ടം അനുഭവിക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, ആ വിശ്വാസമൊന്ന് വിനിയോഗിക്കുവാൻ നമുക്കൊരാഗ്രഹമില്ല. ഇങ്ങനെ ഒന്നുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തതുപോലെ അപ്പോൾ ഇത് ദൈവം ആ വിശ്വാസം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വിശ്വാസമാണ് എന്നിലുള്ളതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അതിൻ്റെ തുടക്കം വന്നിരിക്കുന്നത്. എന്നിലും നിങ്ങളിലുമുള്ള വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നേച്ചർ ആയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു നേച്ചറാണ് എന്നിലും ദൈവം നിക്ഷിപ്തമാക്കപ്പെടുവാനിടയായി തീർന്നത്. ദൈവത്തിൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിൽ തരുവാൻ കാരണമായി തീർന്നു. വായിച്ചിട്ട് അതിന് ഒരു വാക്യം കൂടെ, റോമക്കർ ലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. എബ്രായർ 12:2. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കൊള്ളുക. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത്, യേശുവിനെ വെളിപ്പെടുത്തുന്നത്, യേശു ആര്? വിശ്വാസത്തിൻ്റെ നായകൻ. വിശ്വാസ നായകൻ എന്ന് പറയുന്ന ലീഡർ എന്ന് മാത്രമല്ല, ആ വേർഡ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നത് ഇൻ ഹിം ഫെയ്ത്ത്, ആ ഫുൾനെസ് ഓഫ് ഫെയ്ത്ത്. അതാണ് കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരുന്നത്. ആ വിശ്വാസമാണ് ദൈവം നമ്മുടെ ഉള്ളത്തിലേക്ക് തരുന്നത്. വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനും അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നതുമാകുന്ന യേശുവിനെ നോക്കൊള്ളുക. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, ഇതെന്താ, ഇതെങ്ങനെയാ? നിങ്ങൾക്കറിയാം, ആദിമ നൂറ്റാണ്ടിൽ ഈ മേശമേൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ ക്വാളിറ്റി ദൈവത്തിൻ്റെ ദാസന്മാർ കണ്ടത് ഇതായിരുന്നു. അവർക്ക് എന്തുണ്ടായിരുന്നു? അവർ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവരായിരുന്നു. ദ ഫുൾനെസ് ഓഫ് ഫെയ്ത്ത് അതവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങൾ അവരുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുവാനായിട്ട് കാരണമായി തീർന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത്, ആദ്യം ഞാൻ പറഞ്ഞത് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ പരിപൂർണമായിട്ടുള്ള ട്രസ്റ്റ്. അതിന് എന്തുണ്ട്? അതിന് ഒബീഡിയൻസ് ടു ഗോഡ്സ് വേർഡ്. രണ്ട്, ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസം എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഗാഡ്. അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം ദൈവത്തിൽ മാത്രമുള്ളതല്ല. ആ സ്വഭാവം എവിടെ കൂടെ വെച്ചിട്ടുണ്ട്? നമ്മിൽ കൂടെ തന്നിട്ടുണ്ട്. നമ്മളിലും ആ ഫെയ്ത്ത് ഉണ്ട്. ആ ഫെയ്ത്തോടു കൂടിയാണോ നമ്മൾ രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. രക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ആ ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ നേച്ചറായിരിക്കുന്ന വിശ്വാസത്തോടു കൂടിയാണ്. വാട്ട് ഈസ് ഫെയ്ത്ത്? നെക്സ്റ്റ് വേർഡ് വായിച്ചോട്ട് 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം.
വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും. ഞാൻ ആദ്യം പറയുണ്ടായി, ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ആശിക്കുന്നതിന് ഉറപ്പ്. അവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിലൊന്ന് വായിച്ചോട്ടെ, ആ വേർഡ് ഒന്ന് വായിച്ചോട്ടെ. അഷ്വറൻസ് ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ, ഓർ സബ്സ്റ്റൻസ് ഹോപ്പ് ഫോർ. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ കഴിഞ്ഞ ദിവസം ഈ പർട്ടിക്കുലർ വേർഡിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ സബ്സ്റ്റൻസ് എന്നുള്ള വേർഡ് എബ്രായ ഭാഷയിൽ തന്നെ ഏതാണ്ട് 20-ൽ കൂടുതൽ, ഗ്രീക്ക് ഭാഷയിൽ ഏതാണ്ട് 20-ൽ കൂടുതൽ പ്രാവശ്യം ഈ സബ്സ്റ്റൻസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എബ്രായ ഭാഷയിൽ ഏതാണ്ട് 5 വട്ടം അത് യൂസ് ചെയ്തിട്ടുണ്ട് ഇൻ ഡിഫറെൻറ്റ് മീനിങ്, ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ. എന്നാൽ എല്ലാം ഒന്നിനോട് റിലേറ്റഡ് ആയിരിക്കുന്ന വിഷയമാണ്. ഇവിടെ എന്താ സബ്സ്റ്റൻസ്, എന്താണ് അവിടെ പറയപ്പെടുന്നത്? ആ പ്രത്യേകമായിരിക്കുന്ന വേർഡിലേക്ക് ഞാനിന്ന് കടന്നു വരട്ടെ. പ്രധാനമായിട്ട് 4 ചിന്തകളെയാണ് ഈ സബ്സ്റ്റൻസ് എന്നുള്ള വാക്കിൽ കൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന 4 തിങ്സ്. അതിൻ്റെ ഗ്രീക്ക് വേർഡ് ഹൈപ്പോസ്റ്റാറ്റിസ്. അതിൻ്റെ ഫസ്റ്റ് മീനിങ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ മീനിങ് എസൻസ് ഓഫ് സംതിങ്. എസൻസ് ഓഫ് സംതിങ്. ഇതാണ് വാസ്തവത്തിൽ എബ്രായ ലേഖനം 1:3 നമ്മൾ കാണുന്നത്. ചാപ്റ്റർ 11 വേഴ്സ് 3, 11:3 നമ്മൾ കാണുന്ന ഒരു ഭാഗം അതാണ്. ഈ എസൻസ് ഓഫ് സംതിങ് എന്ന് പറയുന്ന വേർഡ് തന്നെയാണ് അവിടെ ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 3 അവിടെ ഒരു പ്രധാനപ്പെട്ട പാർട്ട് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്ര. അതാണ് ആ വേർഡ്, തത്വത്തിൻ്റെ മുദ്ര. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് എക്സാക്ട്ലി ദ സെയിം, തത്വത്തിൻ്റെ മുദ്ര. കർത്താവായ യേശുക്രിസ്തുവിനെ അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ, യേശു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അതേ എസൻസ്, ദൈവത്തിൻ്റെ അതേ ഗുണങ്ങൾ, ദൈവത്തിൻ്റെ അതേ ക്വാളിറ്റി, ദൈവത്തിൻ്റെ അതേ മേന്മ, യാതൊരു കുറവുമില്ലാതെ, യാതൊരു മാറ്റം, എക്സാക്ട്ലി ടിപ്പിക്കൽ, എക്സാക്ട്ലി അതിന് തുല്യമായിരിക്കുന്നത്. ഇവിടെയാണ് ഈ സബ്സ്റ്റൻസ് ഉള്ള വേർഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇവിടെ യൂസ് ചെയ്യപ്പെട്ട വേർഡ് ഒരു നൗണായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ രണ്ടാമത്തെ പോർഷൻ നമ്മൾ കാണുന്നത് സബ്സ്റ്റൻസ് എന്നുള്ള വേർഡ് വെളിപ്പെടുത്തുന്നത് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് സംതിങ്, ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് സംതിങ്, അല്ലെങ്കിൽ വിച്ച് ആർ അണ്ടർ, which stands under, which stands under. അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയത്തക്കവണ്ണം ഉള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അതൊരു സബ്സ്റ്റൻസാണ്, അതൊരു അടിസ്ഥാന കല്ല്. എന്തിൻ്റെ അടിസ്ഥാന? വിശ്വാസം എന്നതോ അവിടെ പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. അതൊരു ഉറപ്പാണ്. പക്ഷെങ്കിൽ അതൊരു ഫൗണ്ടേഷനാണ്. എന്തിൻ്റെ ഫൗണ്ടേഷനാണ്? ഹോപ്പുമായിട്ട് റിലേറ്റഡ്. ആ ഹോപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ, അഥവാ പ്രത്യാശ ബിൽഡ് ചെയ്യണമെങ്കിൽ, പ്രത്യാശ വളർത്തണമെങ്കിൽ, പ്രത്യാശയൊന്ന് കെട്ടിപ്പൊക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസവും നിങ്ങൾക്കറിയാം, വിശ്വാസവും നമ്മുടെ പ്രത്യാശയും കൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വാസവും സ്നേഹം കൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. 3 കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3ഉം നിലനിൽക്കുന്നു. അപ്പോൾ അതിൽ തന്നെ ആ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ജീവിക്കുവാൻ കാരണമായിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ പ്രത്യാശയുള്ളത് കൊണ്ടാണ്. ഒരു പ്രത്യാശ ഇല്ലായിരുന്നുവെങ്കിൽ മറ്റ് പലരും ചെയ്യുന്നത് പോലെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട സമയം എന്നേ കഴിഞ്ഞു. നമ്മുടെ ആയുസ് ഒടുക്കേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ നമ്മൾ ഇന്നും ജീവിക്കുവാൻ കാരണമായിരിക്കുന്നത് നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, വരുവാനുള്ളൊരു പ്രത്യാശയുണ്ട്. ഭാവിയെക്കുറിച്ചൊരു ചിന്തയുണ്ട്. എൻ്റെ ദൈവം, എൻ്റെ ജീവിതം എന്താകുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അഥവാ ഈ പ്രത്യാശയുടെ അടിസ്ഥാന കല്ലെന്ന് പറയുന്നത് വിശ്വാസമാണ്.
എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ സാധിക്കത്തില്ല എങ്കിൽ പ്രത്യാശയിൽ ജീവിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരവാസമില്ല. വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. നാളെ നിങ്ങൾ ചിന്തിക്കുകയാണ്, കർത്താവായ യേശു ഇതൊന്നുമില്ല, വെറുതെയാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരവാസമില്ല. കാരണം കാര്യം കഴിഞ്ഞു. നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങളുടേതായിരിക്കുന്ന വിശ്വാസം, നിങ്ങളുടേതായിരിക്കുന്ന പ്രത്യാശ അവിടെ തീർന്നുപോയി. അതിന് യാതൊരു നിലനിൽപ്പുമില്ല. ഇന്ന് ഞാനും നിങ്ങൾ പ്രത്യാശിക്കുവാനുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നത് ഫെയ്ത്താണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നു, ഇത്രയും അധ്വാനിക്കുന്നു, ഇത്രയും നമ്മൾ ഒരു ത്യാഗമൊക്കെ സഹിച്ച് ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ നമുക്കൊന്നറിയാം. ഈ പറയപ്പെടുന്ന ലോകമല്ല ഉള്ളത്, വരുവാനുള്ള ലോകമുണ്ട്. ആ ലോകത്തിന് വേണ്ടിയാണ് അരുമനാഥനാകുന്ന യേശു കടന്നു വരുവാൻ പോകുന്നത്. യേശു വരുമ്പോൾ എനിക്കും കൂടെ പോകണം. ആ ഒരു പ്രത്യാശയാണ് എന്നെ, ആ ഒരു വിശ്വാസമാണ് എന്നെ ഇന്ന് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ആ വിശ്വാസമാണ് എന്നെ മുൻപോട്ട് നയിക്കുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കുന്നു? അതിൻ്റെ ഒരു ഫേം ഫൗണ്ടേഷൻ, അടിസ്ഥാനപരമായിരിക്കുന്ന ഒന്ന്. എന്തെങ്കിലും ഒന്ന് കെട്ടിപ്പടുക്കുവാൻ സാധിക്കണമെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ബിൽഡ് ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിയിൽ എന്തായിരിക്കുന്നുവോ അതാണ് ഫെയ്ത്ത്, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, വിശ്വാസം എന്ന ഫസ്റ്റ് സ്റ്റെപ്പ് കൂടാതെ യാതൊന്നും കെട്ടിപ്പടുക്കുവാനായിട്ട് സാധ്യമല്ല. നമ്മുടെ ജീവിതം ഒരു രീതിയിൽ മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നൊരു ഉറപ്പാണ്, അതൊരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ്. ആ ഫൗണ്ടേഷൻ വളരെ ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസം വളരെ ആവശ്യമായിരിക്കുന്ന ഒന്ന്. അതായിരിക്കണം എൻ്റെ ഫൗണ്ടേഷൻ. മൂന്നാമത്തെ ചിന്ത, തേർഡ് വൺ is assurance. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആശിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഉറപ്പാണ്. എന്താ അതൊരു കൺഫർമേഷനാണ്. അത് നിങ്ങൾക്കറിയാം, ഒന്നുമില്ലാതിരിക്കുന്ന സമയം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ എക്സാമ്പിൾസ് ഒക്കെ ഒത്തിരി നമ്മൾ യൂസ് ചെയ്യും ഇൻ ഫ്യൂച്ചറിൽ. ഇവിടെ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത്, എല്ലാം പ്രതികൂലമായിരിക്കുന്ന സമയത്ത് പൗലോസിന് ദൈവം കൊടുത്തൊരു വാഗ്ദത്തം കൊടുത്തു. പൗലോസേ, നിന്നെ ഞാനോ രാജാവിൻ്റെ മുൻപാകെ നിർത്തേണ്ടതാകുന്നു, നീ റോമയിൽ നിൽക്കേണ്ടതാ. എന്താ വിഷയം? ഇവിടെ കപ്പല് ആകപ്പാടെ മുഴുവൻ ഒലഞ്ഞുകൊണ്ടിരിക്കുക. രക്ഷപ്പെടുവാൻ മാർഗമുണ്ടെന്ന് ആർക്കും ചിന്തിക്കുവാൻ സാധ്യമല്ല. ഉണ്ടായിരുന്ന ചരക്കുകളൊക്കെയും വലിച്ച് വെള്ളത്തിലേക്ക് എറിഞ്ഞു. രക്ഷപ്പെടുവാൻ ഏതെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കി, ആ പ്രതികൂലങ്ങളുടെ നടുവിലാണ് ദൈവം തൻ്റെ ദാസനോട് വെളിപ്പെടുത്തത്, പൗലോസേ, നീ ഇവിടെ വെച്ച് മരിക്കുവാൻ പോകുന്നില്ല, നീ അധികാരികളുടെ മുൻപിൽ ഞാൻ നിന്നെ നിർത്തുവാൻ പോകുന്നു, നിന്നോട് കൂടെയുള്ളവരെ ഞാൻ നിനക്ക് ദാനം തന്നിരിക്കുന്നു. എന്താ അതുകൊണ്ട് സംഭവിച്ചത്? പൗലോസിന്റെ ജീവിതത്തിൽ തനിക്കൊരു ഉറപ്പുണ്ടായി, ഒരു കൺഫർമേഷൻ ആയിരുന്നു, ഒരു ഉറപ്പായിരുന്നു. എന്തിനു വേണ്ടിയുള്ള ഉറപ്പ്? എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ സംഭവിക്കും. ഈ യാത്രയിൽ നമ്മൾ ആരും നശിച്ചു പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസം എന്ന് പറയുന്നത് അതൊരു ഉറപ്പാണ്. അതൊരു ഉറപ്പാണ്. അത് നമുക്ക് തരേണ്ടത്, അതൊരു ഉറപ്പിലേക്കാണ് എന്നെ നയിക്കേണ്ടത്. എന്തെല്ലാം സംഭവിച്ചാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയാലും, ഏതെല്ലാം പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയാലും ദൈവം എന്നെ വിട്ടുകളയത്തില്ല, ദൈവം എന്നെ താഴ്ത്തിക്കളയത്തില്ല, ദൈവം എന്നെ ഉയർത്തുവാൻ മതിയായവനെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. വിശ്വാസം ഒരു ഉറപ്പാണ്. ആശിക്കുന്നൊരു കാര്യമുണ്ട്, ആശിക്കുന്നൊരു വിഷയമുണ്ട്. ഇന്നെൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അത് അസാധ്യമായിരിക്കാം, കൺമുൻപിൽ അതൊന്നുമില്ല. എന്നാൽ ഒന്നുമില്ലാതിരിക്കുന്നതിന് നടുവിലാണ് ഞാൻ ആശിക്കുവാൻ കാരണമായി തീർന്നത്, ആശിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആശ കൊണ്ട് എന്ത് സംഭവിക്കുകയാണോ ദൈവം എൻ്റെ ആശ പോലെ സംഭവിക്കുക. എന്താ അതിന് കാരണമായിരിക്കുന്ന അറിയാമോ? എൻ്റെ ഉള്ളിൽ ഒരു ഫെയ്ത്ത് ഉണ്ട്. ആ ഫെയ്ത്ത് അവിടെ ആക്റ്റീവാണോ? ആ ഫെയ്ത്ത് അവിടെ പ്രവർത്തിക്കുകയാണോ? ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ ഇരിക്കുമ്പോൾ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ മനസ്സിൽ കാണുന്നതായിരിക്കുന്ന ദൈവം തന്ന വിശ്വാസം, ദൈവം തന്നതായിരിക്കുന്ന ആശ, ദൈവം തന്ന ഹോപ്പ് എൻ്റെ കൺമുൻപിൽ കൂടെ വെളിപ്പെടുകയാണോ? ഈ വെളിപ്പെടുന്നത് ഈവൻ തോ എൻ്റെ നാവിൽ കൂടെ ഒരു വേർഡും കടന്നു വന്നില്ലെങ്കിലും എൻ്റെ നിൽപ്പ് തന്നെ ആ ഫെയ്ത്ത് അവിടെ ഡിക്ലെയർ ചെയ്യപ്പെടുക. ദൈവമക്കൾ മനസ്സിലാക്കണം, ഒരു വേർഡ് ഞാൻ പറയുന്നില്ലായിരിക്കാം, വേർഡ് പറയാതിരിക്കത്തല്ല, ഓഫ് കോഴ്സ് വേർഡുകൾ കടന്നു വരും. പക്ഷെങ്കിൽ ഒന്ന് വേണം, നമ്മൾ നിൽക്കുമ്പോൾ തന്നെ, നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ദൈവമക്കൾ കൂടെ ആ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ആശിക്കുന്നൊരു ഉറപ്പാണ്. എനിക്കൊരാശയുണ്ട്, എൻ്റെ ദൈവം ഇത് ചെയ്യും. അവൻ തന്ന വാഗ്ദത്തമാണ്,
അതാണ് എൻ്റെ കരങ്ങളിലുള്ളത്, അതാണ് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത്. ആ പിടിച്ചു വെച്ചിരിക്കുന്ന വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ കൂടെ അക്ഷരികമായിട്ട് നിറവേറ്റപ്പെടും. എന്താ വിശ്വാസമെന്ന് പറയുന്നത്? ആശിക്കുന്നൊരു ഉറപ്പ്. ദാറ്റ്സ് എ ഗ്യാരണ്ടി. എന്തിൻ്റെ ഗ്യാരണ്ടിയാണ്? നിങ്ങൾക്കറിയാം, ലോണൊക്കെ എടുക്കുന്നുണ്ട്. ലോണൊക്കെ എടുക്കുമ്പോൾ അവർ ഗ്യാരണ്ടി ചെക്ക് മേടിച്ച് വെക്കും. എന്തിനാണെന്നറിയാമോ? തിരിച്ചടയ്ക്കും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ. അത് തുകയല്ല, പക്ഷെ എടുക്കുന്ന എമൗണ്ടിൻ്റെ ഒരു തുകയാണെങ്കിൽ തന്നെയും അത് ജസ്റ്റ് ഇന്നാക്റ്റീവാ. ഏതുവരെ? നിവർത്തീകരണം വരെ. ശ്രദ്ധിക്കണേ, ആ വാഗ്ദത്തത്തിന് നിവർത്തീകരണം വരെ, അതുവരെ ഉള്ളൂ അതിന് സമയം. ഞാനത് കൊടുത്തു കഴിഞ്ഞു, അതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെക്ക് അവർ തിരിച്ചു തരും. കാരണം അതിൻ്റെ പിന്നീട് ആവശ്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ഫിനിഷ്. അതൊരു ഗ്യാരണ്ടി ആയിരുന്നു. എന്തിൻ്റെ ഗ്യാരണ്ടിയാ? ആശിക്കുന്നതിൻ്റെ ഒരു ഗ്യാരണ്ടി. എനിക്കൊരു ഉറപ്പുണ്ട്. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുവാൻ ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ മക്കളോട് ആഗ്രഹിക്കുന്നതാണ്. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ട്, അതിൻ്റെ 11-ാം അധ്യായം വീണ്ടും ഒരിക്കൽ കൂടെ. ആശിക്കുന്നതിൻ്റെ ഉറപ്പായിരിക്കുന്ന കാര്യമാണ്. അതൊരു ഗ്യാരണ്ടിയാണ്. എന്താ ഇവിടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? അവസാനമായിട്ട് ഒരു വേർഡ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. വായിച്ചോട്ടെ, 1 പത്രോസ് 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1 Peter chapter 1 verse 7. പ്രൈസ് ഗാഡ്. അവിടെ പറയുന്നു വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെസ്റ്റ് ഫോർ ദ ട്രിബുലേഷൻ. എന്താ ഇവിടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായിരിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. അപ്പോൾ നിങ്ങളുടെ എന്തുണ്ട്? ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ എന്താ പ്രത്യേകത? ഇറ്റ്സ് എ ടെസ്റ്റിംഗ് ഫെയ്ത്ത്. അത് ഒരു പരിശോധിക്കുന്ന വിശ്വാസമാണ്. അത് എന്നിലും നിങ്ങളിലുമുള്ളൊരു വിശ്വാസമാണ്. എന്നിലും നിങ്ങളിലും അതിരിക്കുമ്പോൾ ദൈവം അത് വെറുതെ വെച്ചുകൊണ്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലേ? ദൈവം അതിനെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുവാ പരിശോധിക്കുന്നത്? ഒരു പൊന്ന് എപ്രകാരം തീയിൽ കൂടെ കടന്നു വരുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുമോ, അതുപോലെ തന്നെ എൻ്റെ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഒന്ന് ശുദ്ധീകരിക്കപ്പെടുകയാണ്. എൻ്റെ വിശ്വാസം ഒന്ന് വെളിപ്പെടുകയാണ്. ദൈവം എന്നിൽ തന്നിരിക്കുന്ന വിശ്വാസം അത് വെളിപ്പെടണമെങ്കിൽ അതെന്താണോ അത് അടിസ്ഥാനപരമായിരിക്കുന്നത്. ഇറ്റ്സ് എ ബേസിക് തിങ്. പക്ഷേ അത് എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതൊന്ന് പരിശോധിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, അത് മറ്റൊന്നുമല്ല, അത് വിശ്വാസത്തിന്റെ ഒരു പരിശോധന മാത്രമാണ്. ഏതെങ്കിലും പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നിൽ കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന, അടിസ്ഥാനപരമായി കാണുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാണോ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം ദൈവം കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ആ പ്രവർത്തനം വെളിപ്പെടുത്തുവാൻ തക്കണം ചില പരിശോധനകൾ കൂടെ അയക്കുമ്പോൾ ഈ പരിശോധനയിലാണ് വിശ്വാസം എന്താണെന്നുള്ളത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം, എന്റെയും നിങ്ങളുടെയും മുൻപിൽ ഞാനും നിങ്ങളും നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ സ്ഥലമാകുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പ് പറയട്ടെ, വിശ്വസിക്കുക, ദൈവം വിജയം തരിക തന്നെ ചെയ്യും. വിശ്വാസത്തിന്റെ പരിശോധനയാണോ എന്നിൽ കൂടെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ, ഈ അഗ്നിശോധനയിൽ കൂടെ ഞാൻ കടന്നുപോയപ്പോൾ എൻ്റെ വിശ്വാസത്തിന്റെ പരിശോധനയാണോ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഏറ്റെടുക്കുക, എൻ്റെ ജീവൻ പോയാലും എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല. എൻ്റെ വാഗ്ദത്തം എന്നോട് എന്ത് സംസാരിച്ചുവോ അത് നിറവേറ്റുവാനും ശക്തനെന്ന് പരിപൂർണമായിട്ട് ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ കാണുവാൻ സാധിക്കും. ഈ നാളുകൾ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ മേഖലകളിലോ വിശ്വാസം നിലനിൽക്കുക എന്നുള്ളതാണ്. ദൈവം എന്നിൽ കൂടെ അത് കാണുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിൽ കൂടെ എന്നിൽ കൂടെ അത് എക്സ്പെക്ട് ചെയ്യുന്നു. എൻ്റെ ഫെയ്ത്ത് വെളിയിലേക്ക് കടന്നു വരണം, എൻ്റെ ഫെയ്ത്ത് മുൻപോട്ട് വെളിപ്പെടണം. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൻ്റെ അളവ് എന്നിലും നിങ്ങൾ വർദ്ധിക്കുവാൻ ഇടയാകട്ടെ. വിശ്വാസത്തിൻ്റെ അളവ് എന്നിലും നിങ്ങൾ കൂടെ ധാരാളമായിട്ട് ഉണ്ടാകുവാൻ ഇടയാകട്ടെ. ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കണ്ണുകളോ ശാന്തമായിട്ട് അടച്ചാട്ടെ.